മധ്യപൂർവേഷ്യയിൽ അമേരിക്കയ്ക്കും ഇസ്രയേലിനും അവരുടെ സഖ്യകക്ഷികൾക്കുമെതിരെ ഇറാൻ പിന്തുണയുള്ള സംഘടനകൾ ആക്രമണം ശക്തമാക്കുന്നതിനിടെ മേഖലയിൽ ഹിസ്ബുള്ള വീണ്ടും സജീവമാകുന്നുവെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. തെക്കൻ ലെബനനിലുണ്ടായ ശക്തമായ സ്ഫോടനവും അതിനെ തുടർന്നുണ്ടായ തന്ത്രപരമായ തർക്കങ്ങളും പശ്ചിമേഷ്യൻ യുദ്ധകളത്തിൽ പുതിയൊരു പോർമുഖം തുറക്കുകയാണെന്ന് വ്യക്തമാക്കുന്നു. തെക്കൻ ലെബനനിലെ കഫ്ര എന്ന അതിർത്തി ഗ്രാമത്തിൽ നടന്ന സ്ഫോടനത്തോടെയാണ് സംഘർഷം വീണ്ടും വൻ വാർത്താ പ്രാധാന്യം നേടിയത്. പ്രദേശത്ത് പെട്രോളിംഗ് നടത്തുകയായിരുന്ന ലെബനീസ് സായുധ സേനയുടെ വാഹനത്തിന് നേരെയാണ് സ്ഫോടനമുണ്ടായത്. അപകടത്തിൽ വാഹനത്തിലുണ്ടായിരുന്ന 5 ലെബനീസ് സൈനികർക്ക് പരിക്കേറ്റു. ഈ സംഭവം മേഖലയിലെ സുരക്ഷാ അന്തരീക്ഷത്തെ കൂടുതൽ വഷളാക്കിയിരിക്കുകയാണ്. സംഭവം നടന്ന ഉടൻ തന്നെ ലെബനീസ് സൈന്യം വിഷയത്തിൽ കടുത്ത നിലപാടാണ് സ്വീകരിച്ചത്. തങ്ങളുടെ സൈനിക വാഹനത്തിന് നേരെ നടന്നത് ഇസ്രയേലിന്റെ ആക്രമണമാണെന്ന് ലെബനീസ് സൈനിക വൃത്തങ്ങൾ പ്രാരംഭഘട്ടത്തിൽ ആരോപിച്ചു. അതിർത്തി പ്രദേശങ്ങളിൽ ഇസ്രയേൽ തുടർച്ചയായി നടത്തുന്ന ഡ്രോൺ വ്യോമാക്രമണങ്ങളുടെ തുടർച്ചയാണിതെന്ന രീതിയിലാണ് വാർത്തകൾ ആദ്യം പുറത്തു വന്നത്. എന്നാൽ മണിക്കൂറുകൾക്കകം ലെബനീസ് സൈന്യം തങ്ങളുടെ മുൻ പ്രസ്താവന തിരുത്തുകയും നിലപാടിൽ മാറ്റം വരുത്തുകയും ചെയ്തു. ആക്രമണത്തിന് പിന്നിൽ ഇസ്രയേലാണെന്ന ആരോപണം അവർ പിൻവലിച്ചു. പകരം റോഡരികിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ ഒരു സംശയാസ്പദമായ വസ്തു പൊട്ടിത്തെറിച്ചാണ് സൈനികർക്ക് പരിക്കേറ്റതെന്നാണ് സൈന്യം പിന്നീട് വിശദീകരിച്ചത്. ലെബനീസ് സൈന്യത്തിന്റെ ഈ പെട്ടെന്നുള്ള നിലപാട് മാറ്റം അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു. എന്നാൽ ഇസ്രയേൽ സൈന്യം വിഷയത്തിൽ തീർത്തും വ്യത്യസ്തമായ ഒരു ഉന്നയിക്കലുമായി രംഗത്തെത്തുകയായിരുന്നു. പ്രദേശത്ത് ലെബനീസ് സൈന്യത്തെ ലക്ഷ്യമിട്ട് ഹിസ്ബുള്ള തന്നെ ചതിയിൽ സ്ഥാപിച്ച ബോംബാണ് പൊട്ടിത്തെറിച്ചതെന്നാണ് ഇസ്രയേൽ പ്രതിരോധ സേന ആരോപിക്കുന്നത്. ഇസ്രയേലിന്റെ വാദമനുസരിച്ച് തെക്കൻ ലെബനനിൽ സ്വന്തം സ്വാധീനം വീണ്ടെടുക്കാനും സൈനിക സാന്നിധ്യം ഉറപ്പിക്കാനും ഹിസ്ബുള്ള നടത്തുന്ന തീവ്ര ശ്രമങ്ങളുടെ ഭാഗമാണിത്. പ്രദേശത്ത് നിരീക്ഷണവും പെട്രോളിംഗും നടത്തുന്ന ലെബനീസ് സൈന്യത്തെയും അന്താരാഷ്ട്ര സമാധാന സേനയെയും തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് ഹിസ്ബുള്ള ഇത്തരം മാരകമായ ബോംബുകൾ ചതിയിൽ സ്ഥാപിക്കുന്നത് എന്നാണ് ഇസ്രയേൽ ആരോപിക്കുന്നത്. മധ്യപൂർവേഷ്യയിലുടനീളം അമേരിക്കൻ ഇസ്രയേൽ താൽപര്യങ്ങൾക്ക് നേരെ ഇറാൻ അനുകൂല പ്രതിരോധ നിര ശക്തമായ ആക്രമണങ്ങൾ അഴിച്ചുവിടുമ്പോഴാണ് ഹിസ്ബുള്ളയുടെ ഈ തിരിച്ചുവരവ്. സിറിയയിലും ഇറാഖിലും യമനിലും പ്രതിരോധ ഗ്രൂപ്പുകൾ സജീവമായി നിൽക്കുമ്പോൾ അതിർത്തിയിൽ ഹിസ്ബുള്ള കൂടി ആക്രമണങ്ങളുടെ വ്യാപ്തി കൂട്ടുന്നത് ഇസ്രയേലിന് വലിയ തലവേദനയാണ് ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ കുറച്ചു കാലമായി വൻതോതിലുള്ള വ്യോമാക്രമണങ്ങളിലൂടെയും കരമാർഗമുള്ള നീക്കങ്ങളിലൂടെയും ഹിസ്ബുള്ളിയുടെ ശേഷി തകർത്തുവെന്നാണ് ഇസ്രയേൽ അവകാശപ്പെട്ടത്. എന്നാൽ അതിനെയെല്ലാം നിഷേധിച്ചുകൊണ്ട് ഗറില്ല തന്ത്രങ്ങളിലൂടെ വീണ്ടും മേഖലയിൽ തങ്ങളുടെ സാന്നിധ്യം അറിയിക്കാൻ ഹിസ്ബുള്ളയ്ക്ക് സാധിക്കുന്നുണ്ട് എന്നതിന്റെ തെളിവാണ് കഫ്രയിലെ സ്ഫോടനമെന്ന് സുരക്ഷാ വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട്. തെക്കൻ ലെബനൻ അതിർത്തിയിലെ സുരക്ഷ ഉറപ്പാക്കാൻ നിയോഗിക്കപ്പെട്ട ലെബനീസ് ദേശീയ സൈന്യവും ഹിസ്ബുള്ളയും തമ്മിലുള്ള സങ്കീർണമായ ബന്ധവും ഈ സംഭവത്തിലൂടെ വീണ്ടും ചർച്ചയാവുകയാണ്. രാജ്യത്തിന്റെ ഔദ്യോഗിക സൈന്യമാണെങ്കിലും അതിർത്തി പ്രദേശങ്ങളിൽ ഹിസ്ബുള്ളയുടെ സ്വാധീനത്തെ പൂർണ്ണമായി പ്രതിരോധിക്കാൻ ലെബനീസ് സൈന്യത്തിന് പരിമിതികളുണ്ട്. ഈ സംഭവം അന്താരാഷ്ട്ര തലത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ സമാധാന സേനയുടെ പ്രവർത്തനങ്ങളെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. അതിർത്തിയിൽ ഇത്തരം ചതിക്കുഴികളും ബോംബുകളും വർദ്ധിക്കുന്നത് സമാധാന സേനയുടെ പെട്രോളിംഗിന് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വടക്കൻ അതിർത്തി ഇപ്പോഴും സുരക്ഷിതമല്ലെന്ന വലിയ യാഥാർത്ഥ്യമാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നത്. അതിർത്തി ഗ്രാമങ്ങളിൽ നിന്നും കുടിയൊഴിപ്പിക്കപ്പെട്ട ആയിരക്കണക്കിന് ഇസ്രയേലി പൗരന്മാരെ തിരികെ എത്തിക്കുക എന്ന ഇസ്രയേൽ സർക്കാരിന്റെ ലക്ഷ്യത്തിന് ഹിസ്ബുള്ളിയുടെ ഈ തിരിച്ചുവരവ് കടുത്ത തിരിച്ചടിയാകും. വാഷിംഗ്ടണും ഈ സംഭവ വികാസങ്ങളെ വളരെ ആശങ്കയോടെയാണ് വീക്ഷിക്കുന്നത്. തങ്ങളുടെ സഖ്യകക്ഷിയായ ഇസ്രയേലിനും മേഖലയിലെ US സൈനിക താവളങ്ങൾക്കും നേരെ വ്യാപകമായ ആക്രമണങ്ങൾ ഉണ്ടാകാൻ ഇത് കാരണമായേക്കാം. പശ്ചിമേഷ്യയിൽ ഒരു വിശാല യുദ്ധം ഒഴിവാക്കാൻ അമേരിക്ക ശ്രമിക്കുമ്പോഴും അതിർത്തിയിലെ ഇത്തരം ചെറിയ തീപ്പൊരികൾ വൻ സ്ഫോടനങ്ങളിലേക്ക് നയിച്ചേക്കാം. ഇറാനെ സംബന്ധിച്ച് തങ്ങളുടെ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്ന പ്രതിരോധ ശൃംഖലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിയാണ് ഹിസ്ബുള്ള. ഹിസ്ബുള്ളിയെ മുൻനിർത്തി ഇസ്രയേലിന് മേൽ നിരന്തരം സമ്മർദ്ദം ചെലുത്താനും തങ്ങൾക്കെതിരെയുള്ള അമേരിക്കൻ ഇസ്രയേൽ നീക്കങ്ങളെ പ്രതിരോധിക്കാനും ഇറാന് ഇതിലൂടെ സാധിക്കുന്നു. കുഫ്ര ഗ്രാമത്തിൽ നടന്ന സ്ഫോടനം കേവലം ഒരു റോഡരികിലെ അപകടമല്ല, മറിച്ച് പശ്ചിമേഷ്യൻ യുദ്ധഭൂമിയിൽ ഹിസ്ബുള്ള തങ്ങളുടെ തന്ത്രങ്ങൾ മാറ്റിയെഴുതുന്നതിന്റെ വ്യക്തമായ സൂചനയാണ്. ലെബനീസ് സൈനികർക്ക് പരിക്കേറ്റ സ്ഫോടനത്തെ ചൊല്ലിയുള്ള അവ്യക്തതകളും ആരോപണങ്ങളും മേഖലയിലെ രാഷ്ട്രീയ സൈനിക അന്തരീക്ഷം എത്രത്തോളം സങ്കീർണമാണ് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. ഹിസ്ബുള്ള വീണ്ടും രംഗത്ത് സജീവമാകുന്നതോടെ പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങൾക്ക് അത് വീണ്ടും കടുത്ത വെല്ലുവിളി ഉയർത്തുകയാണ്.